നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. സാമ്പത്തികപരമായി ഉയർന്ന നിലയിൽ എത്താൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ജീവിതത്തിൽ അതിപ്രധാനമായ നേട്ടങ്ങളുടെ ഉടമകളാകാൻ പോകുന്ന ചില നക്ഷത്രക്കാർ ജീവിതത്തിൽ പലവിധ പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ട് അവിടെ മോശമായ സമയത്ത് വളരെ കഷ്ടതകൾ അനുഭവിച്ചുകൊണ്ട് നിന്നിരുന്ന ചില നക്ഷത്രക്കാർക്ക് അവിടെ സമയം തെളിഞ്ഞത് മൂലം ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ചയും നല്ല കാലവുമൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു. ചില നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ വലിയ ഉന്നത സ്ഥാനങ്ങൾ വഹിക്കാനുള്ള അവസരങ്ങളും എത്തിയിരിക്കുന്നു. ഇതിലൂടെ അവരുടെ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. ജോലിയിലുള്ള പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ജോലി ലഭിക്കാത്ത സാഹചര്യങ്ങൾ, ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ട് വളരെ നിരാശ തോന്നുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ മാറി നിൽക്കുന്ന വളരെ അനുഗ്രഹീതമായ ഒരു സമയം തന്നെയാണ്. അതിലൂടെ അവരുടെ ജീവിതം തന്നെ രക്ഷപ്പെടുന്ന സമയം എത്തിയിരിക്കുന്നു. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. സാമ്പത്തിക നിലയിലും വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്ന മികച്ച ഉയർച്ചകൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഈ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. സാമ്പത്തിക ഉയർച്ച വന്നു ചേരുമ്പോൾ ജീവിതത്തിൽ ഒട്ടേറെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാകും. പലപ്പോഴും സമ്പത്തില്ലാത്ത സാഹചര്യങ്ങൾ, പണം നേടാനുള്ള വഴികൾ തേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് പലപ്പോഴും നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത്. എത്ര തന്നെ കഴിവും പരിശ്രമവും അതിനുവേണ്ടിയുള്ള അധ്വാനവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും പലരും അടിപതറുന്നത് അവരുടെ ഭാഗ്യക്കേട് കൊണ്ടാണ്. ഭാഗ്യം അവരുടെ ജീവിതത്തിനെ വളരെയധികം സ്വാധീനം ചെലുത്തുന്നു. ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ വലിയ വലിയ ഉന്നതികൾ വന്നു ചേരുന്നതിനും ഭാഗ്യം കടാക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈശ്വരാനുഗ്രഹം, ഒരു ദൈവികമായ ശക്തിയുടെ പിന്തുണ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചകൾ തന്നെ വന്നു ചേരും. ഒരിക്കലും താഴാതെ വീഴാതെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാൻ ഈശ്വരാനുഗ്രഹത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ആനുകൂല്യങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ സാധിക്കും. അത്തരത്തിൽ മഹാഭാഗ്യത്തിൻ്റെ ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് തുടർന്നെല്ലാം പൊന്നാക്കാൻ സാധിക്കുന്ന, വലിയ ഉയരങ്ങളിൽ എത്താൻ സാധിക്കുന്ന, കുതിച്ചുയരുന്ന സമയം തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇവർ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും ആ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നിർവഹിക്കാൻ ഇവർക്ക് സാധിക്കുകയും ജീവിതത്തിൽ വലിയ വലിയ സ്ഥാനം വഹിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. പല വിധത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് ഇവർ നേട്ടങ്ങൾ കൊയ്യും. ലോട്ടറി ഭാഗ്യം വരെ ലഭിക്കാനുള്ള അവസരം തന്നെയാണ് ഇവർക്ക് ലഭിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിലൂടെ അവരുടെ ജീവിതം തന്നെ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാക്കാൻ പോകുന്ന, ഉയർന്ന വരുമാനമൊക്കെ ലഭിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം തന്നെയാണ്. സാമ്പത്തിക നിലയിൽ വലിയ വലിയ ഉന്നതികളൊക്കെ വന്നു ചേരും. ഇനിയുള്ള സമയത്ത് അവരുടെ എല്ലാവിധ പദ്ധതികളും പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ജോലി സംബന്ധമായിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങൾ തീർന്ന് ജോലിയിൽ ഉയർച്ചകൾ ഉണ്ടാകും. നല്ല പദവികൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. കോടീശ്വര യോഗം വരെ ലഭിക്കാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാർക്ക് സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള അവസരങ്ങൾ തുറന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിലെ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രത്യേകിച്ചും കടബാധ്യതകളൊക്കെ തീർക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മിന്നുന്ന വിജയവും മിന്നുന്ന ഉയർച്ചകളും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ കാഴ്ചവെക്കാൻ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്തു തന്നെ വിഷമ ഘട്ടത്തിലാണെങ്കിലും ആ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങൾ, ആ സമയമൊക്കെ മാറിക്കൊണ്ട് ജീവിതത്തിൽ മിന്നുന്ന വിജയം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. മഹാഭാഗ്യത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നത്. ഇവർ അടുത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ജീവിതത്തിൽ ഉന്നതികളുണ്ടാകും, ഉയർച്ചകളുണ്ടാകും. അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ അതിപ്രധാനമായ നേട്ടങ്ങൾ കൊയ്യുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. കുടുംബപരമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും ജീവിതത്തിൽ
ഉയർച്ചകൾ വന്നു ചേരുകയും ചെയ്യും. വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ, വിദേശ പഠനവുമായി ബന്ധപ്പെട്ടോ വിദേശത്ത് ജോലിയുമായി ബന്ധപ്പെട്ടോ ഇവർക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകും. ശത്രുദോഷമൊക്കെ മാറും. എല്ലാവിധ ഐശ്വര്യങ്ങളും സമൃദ്ധികളുമൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. മഹാഭാഗ്യം തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം എന്ന് പറയുന്നത്. അടുത്ത നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് കുടുംബത്തിന് ഇണങ്ങിയ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു വിവാഹബന്ധം, ഒരു പങ്കാളിയെ ലഭിക്കാനുള്ള അവസരമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. എത്ര തന്നെ തടസ്സങ്ങളുണ്ടെങ്കിലും, വിവാഹത്തിന് വിഘ്നങ്ങളുണ്ടെങ്കിലും ആ വിവാഹ തടസ്സങ്ങളൊക്കെ മാറി ജീവിതത്തിൽ ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകളൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ശത്രുദോഷമൊക്കെ മാറും. എല്ലാവിധ വിഘ്നങ്ങളും മറികടക്കാൻ ഇവർക്ക് സാധിക്കും. അതിലൂടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കാലഘട്ടം കഴിഞ്ഞുകൊണ്ട് ഉന്നതിയുടെ, ഉയർച്ചയുടെ കാലഘട്ടം തന്നെ അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകും, ഉയർച്ചകളുണ്ടാകും, ഉറപ്പായ കാര്യം തന്നെയാണ്. അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ്. അനിഴം നക്ഷത്രക്കാർക്ക് ബിസിനസ് സംബന്ധമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. ഇവർക്ക് അംഗീകാരം, പ്രശസ്തി, കീർത്തി ഇതൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. സാഹിത്യ കലാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും വിദ്യാർത്ഥികൾക്കുമൊക്കെ ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ, ഉയർച്ചകളൊക്കെ ലഭിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ്. ഈ നക്ഷത്രക്കാർ അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തുകയും വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമയം തന്നെയാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്കും പല വിധത്തിലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് ജീവിതത്തിൽ വിജയക്കൊടി പാറിക്കാൻ സാധിക്കും. കാര്യസിദ്ധിയാണ് ഇവർക്ക് ലഭിക്കുന്നത്. ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും എത്ര തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിലും ആ ഒരു കാര്യം വിജയിച്ച് കാണുന്നൊരു സമയമാണ്. പ്രവർത്തന മികവ് ഇവരുടെ കൂടെ ഉണ്ടാകുന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുകയും ജീവിതത്തിൽ മികച്ച വിജയം കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന, ഉന്നതികൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ്. സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന, ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരാൻ സാധിക്കുന്ന, മികച്ച അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ്. ജീവിതത്തിലെ പലവിധ പ്രതിസന്ധി കാലഘട്ടം ഇവർക്ക് മാറി നിൽക്കുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാർക്കും കുടുംബപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന, മികച്ച അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ശത്രുദോഷമൊക്കെ മാറും. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി ജീവിതത്തിൽ ഐശ്വര്യസമ്പൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സമയം തന്നെയാണ്. സന്താന സൗഭാഗ്യമൊക്കെ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മികച്ച അവസരങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. മഹാഭാഗ്യകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. അടുത്ത നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ ചിരകാല അഭിലാഷമായ ഏതൊരു കാര്യത്തിനും തീർപ്പ് കൽപ്പിക്കുന്ന ഒരു സമയമാണ്. സ്വന്തമായൊരു വീടെന്നൊരു സ്വപ്നം വളരെ നാളുകളായി പോയിനായത് നിന്നിരുന്ന സാഹചര്യങ്ങൾ അതൊക്കെ മാറി ഇവർക്ക് ഏറ്റവും അനുകൂലമായ രീതിയിൽ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊയ്യാനുള്ള അവസരങ്ങൾ ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.